നമസ്കാരം, മഞ്ജുഷയാണ്. നമ്മുടെ 21 ഡേ ചാലഞ്ച് എങ്ങനെ പോകുന്നു? ഇത് എനിക്കും നിങ്ങൾക്കും ശരിക്കും ചാലഞ്ചിങ് തന്നെയാണ്, എനിക്കറിയാം. പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സിമ്പിളാന്നൊക്കെ തോന്നിയാലും അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. പക്ഷേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഗൈസ്, നമുക്കിത് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഇത് നമ്മൾ മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇതിലും നല്ലൊരു ജീവിതം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നേടാൻ നമ്മളാണ് മാറേണ്ടത്. മാറ്റം നമുക്കുള്ളിലാണ് സംഭവിക്കേണ്ടത്. നിങ്ങളോടൊപ്പം ഡെയിലി ഞാനും ട്രൈ ചെയ്യുകയാണ്. എനിക്കും പല പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ മനസ്സിനോട് ഞാനും തോറ്റു പോകാറുണ്ട്. എൻ്റെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. മടി പിടിച്ച് ഉറങ്ങാറുമുണ്ട്. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. ഈ തോന്നലുകളെല്ലാം വളരെ വളരെ നോർമൽ തന്നെയാണ്. കാരണം ഇത്ര കാലവും നമ്മൾ ശീലിച്ചു പോകുന്ന ശീലങ്ങളെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ചിന്തകളോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയാലും സാരമില്ല. ഇന്നൊരു ദിവസം നേരത്തെ എഴുന്നേക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തി മനസ്സിനോട് കീഴടങ്ങാൻ നിൽക്കാതെ നാളെ എങ്ങനെ മനസ്സിനെ തോൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായി ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി തവണ ഞാനും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പല മെത്തേഡുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വർക്കായ ഒരു സ്ട്രാറ്റജിയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി ആരും നിർബന്ധിച്ചില്ലെങ്കിലും ചെയ്യുന്ന കുറച്ച് ശീലങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അതായത് പല്ലുതേപ്പ്, കാപ്പിയുടി, കുളി, ഇങ്ങനെ ചിലത്. ഈ ശീലങ്ങളോട് 1-2 പുതിയ ശീലങ്ങൾ ചേർത്ത് വെക്കുന്ന പരിപാടിയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ജനറലി ഒരു അടുക്കിപ്പെറുക്കി വെക്കലാണ്. അതായത് നമുക്കിപ്പോൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ബൈ അത് നമുക്ക് മോർണിംഗ് റൂട്ടീൻ്റെ ഭാഗമാക്കാൻ പറ്റുന്നൊരു നല്ല ശീലമാണ് കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മനസ്സ് ഡീറ്റോക്സ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പോലെ ബോഡി ഡീറ്റോക്സ് ചെയ്യാനുള്ള വളരെ വളരെ എഫക്റ്റീവായൊരു ഡ്രിങ്കാണിത്. എങ്ങനെ ഇതൊരു ശീലമാക്കും, അവിടെയാണ് നമ്മുടെ സ്റ്റാക്കിംഗ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഞാനിതെൻ്റെ പല്ലുതേപ്പ് എന്നുള്ള ശീലത്തിനോടാണ് സ്റ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത ഉടനെ ഞാൻ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാദ്യം ഫിക്സ് ചെയ്യണം. പുതിയ ശീലമായതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് ദിവസം നമ്മൾ തന്നെ സ്വയം ഉന്തിത്തള്ളി ജ്യൂസ് ഉണ്ടാക്കി വെച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോസി കോർണറിൽ പോയിരുന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ നമ്മുടെ ജ്യൂസ് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്ന ഒരു ശീലം തന്നെ ഉണ്ടാക്കിയെടുക്കണം. എത്ര ദിവസം നമുക്കിത് കൃത്യമായി ചെയ്യാൻ പറ്റും എന്നൊന്ന് ട്രാക്ക് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് 1-2 ദിവസം സ്കിപ്പായി പോയാലും വീണ്ടും ആ ശീലം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. ഇവിടെയും കൺസിസ്റ്റൻസിയാണ് കീ എന്ന് പറയുന്നത്. നിരന്തരമായി തുടർച്ചയായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കാര്യം, അല്ലാതെ എത്ര പെർഫെക്റ്റായി ചെയ്യുന്നു എന്നതിലല്ല. പതിയെ ഇത് നമുക്ക് പോലും മാറ്റാൻ പറ്റാത്ത ഒരു ശീലമായി മാറും. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആവും. അതാണ് ഈ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൻ്റെ പവർ. ഇങ്ങനെ എന്ത് ശീലം വേണമെങ്കിലും നമുക്ക് നിലവിലുള്ള ഒരു ശീലത്തോടൊപ്പം സ്റ്റാക്ക് ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും. പക്ഷേ നിലവിലുള്ള ശീലവും പുതിയ ശീലവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ മനസ്സൊന്ന് ട്യൂൺഡായി വരുന്നത് വരെ തുടർച്ചയായി നമ്മളിത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വീണ്ടും പറയുന്നു, കൺസിസ്റ്റൻസി അത് തന്നെയാണ് ജീവിത വിജയത്തിലേക്കുള്ള താക്കോൽ. പുതിയ ശീലങ്ങളിലേക്ക് എത്താനുള്ള വഴിയും അത് തന്നെ. ഇടയ്ക്കൊന്ന് തോറ്റുപോയാലും എന്നെ പോലെ ജയിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു എപ്പിസോഡിൽ കേട്ടുമുട്ടാം. അതുവരെ ദിസ് ഇസ് മഞ്ജുഷ സൈനിങ് ഓഫ്.